നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയവരിൽ ഉൾപ്പെട്ട യൂസഫ് സിയാദ് എന്ന 53-കാരന്റെ മൃതദേഹം കണ്ടെടുത്തു. തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് തീവ്രവാദികളുടെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സിയാദിന്റെ 22-കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എങ്കിലും ഇക്കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ആയിഷ എന്നിവരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലിസ്ഥലത്തു നിന്നാണ് ഇവരെ ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിനു ശേഷം 2023 നവംബർ 30 ബിലാലിനെയും ആയിഷയെയും ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം യൂസഫും ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രയേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നു. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സൈനികർ കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം 2 ഹമാസ് തീവ്രവാദികളെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. യൂസഫ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്നവരാണ് ഈ തീവ്രവാദികൾ ഇവരെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അതേ സ്ഥലത്തല്ല യൂസഫിന്റെ മൃതദേഹം കണ്ടെടുത്തത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രഹസ്യമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കത്തിൽ ഇസ്രയേൽ സൈന്യം പരിശോധന നടത്തിയത്. യൂസഫ് സിയാദിൻ മരിച്ചിട്ട് ഏറെ നാളുകളായി എന്നാണ് സൂചന. എന്നാൽ ഇസ്രയേൽ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കിയത് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം മകൻ ഹംസയുടെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഇക്കാര്യം ഇനി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖർ യൂസഫിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. യൂസഫിന്റെ മക്കളായ ബിലാലിനെയും ആയിഷയും രക്ഷിച്ചതുപോലെ യൂസഫിനെയും മകൻ ഹംസയും രക്ഷിക്കാൻ കഴിയുമെന്നാണ് കരുതിയിരുന്നതെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണുള്ളത്. മൂത്ത മകനായ ഹംസയും വിവാഹത്തിനും 2 കുട്ടികളുടെ പിതാവുമാണ്. തങ്ങൾ അറബ് വംശജരാണെന്ന് വ്യക്തമാക്കി അറിഞ്ഞിട്ടും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് യൂസഫിന്റെ മകനായ ബിലാൽ മോചിപ്പിക്കപ്പെട്ട സമയത്ത് വെളിപ്പെടുത്തിയത്. കുടുംബത്തിലെ 4 പേരെയും ഒരുമിച്ച് ഭീകരർ പാർപ്പിച്ചിരുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്. 2023 നവംബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം 105 ബന്ദികളെ വിട്ടയച്ചിരുന്നു. 4 പേരെ ഇതിനു മുമ്പ് മോചിപ്പിച്ചിരുന്നു. 8 ബന്ദികളെ ഇസ്രയേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ഹമാസ് അനുകൂല ഏജൻസികൾക്ക് സംഭാവന നൽകിയതിന് ശതകോടീശ്വരനും മനുഷ്യസ്നേഹിയുമായ ജോർജ് സോറോസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇലോൺ മസ്ക് രംഗത്തെത്തി. ജോർജ് സോറോസിന് മനുഷ്യത്വത്തോട് വെറുപ്പാണെന്നും ഈ വെറുപ്പിക്കൽ ഇസ്രയേൽ ഉൾപ്പെടുന്നു എന്നുമായിരുന്നു മസ്കിന്റെ പ്രസ്താവന. ഹമാസിനെ സഹായിക്കുന്ന NGO-കളിലേക്ക് 15 ബില്യൺ സോറോസ് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേൽ അംബാസിഡർ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിനെ ഉദ്ധരിച്ചാണ് മസ്ക് സോറോസിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. ജൂതരാഷ്ട്രമെന്ന പേരിൽ ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനകൾക്ക് ജോർജ് സോറോസ് സംഭാവന നൽകുന്നത് ലജ്ജാകരമാണെന്നായിരുന്നു ഇസ്രയേൽ അംബാസിഡർ ഗിലാഡ് എഡാന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.